ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 5ാം ക്ലാസ്സിലെ കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എക്സാം ആണ്, എല്ലാവരും മലയാളം എക്സാം ആണ്, ടൈമൊക്കെ കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് റീഡ് ചെയ്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കും അക്ഷരത്തെറ്റൊന്നും ഇല്ലാതെ എഴുതുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കുറേ നിർദ്ദേശങ്ങളുണ്ടാകും. ആ നിർദ്ദേശങ്ങളൊക്കെ വായിക്കാൻ നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോവാം. പ്രവർത്തനത്തിൽ ഏതെങ്കിലും 5 ഉത്തരം എഴുതാനാണ്. ഓരോന്നിനും 5 മാർക്ക് വീതം കേട്ടോ. അപ്പോൾ പ്രവർത്തനം 1, കേരളത്തിലെ ആദ്യത്തെ ജനകീയവും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കവി. പാലക്കാട് ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശ്ശിയിൽ ജനനം. 40ലേറെ തുള്ളൽ കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മെയ് 5 കുഞ്ചൻ ദിനമായി ആചരിക്കുന്നു. പ്രാചീന കവിത്രയത്തിലെ ഒരാൾ കൂടിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസിയാണ് അല്ലേ? കുഞ്ചൻ നമ്പ്യാരെ കുറിച്ചാണ്. ഈ കുറിപ്പിന് ശീർഷകം നൽകുക. എന്താണ് ശീർഷകം? കുഞ്ചൻ നമ്പ്യാർ എന്ന് തന്നെ തലക്കെട്ട് കൊടുക്കാം. ഇദ്ദേഹത്തെ ഏതെല്ലാം പേരിൽ അറിയപ്പെടുന്നു? കേരളത്തിലെ ആദ്യ ജനകീയ കവി, തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലേ? കുഞ്ചൻ നമ്പ്യാർ ഏത് കവിത്രയത്തിൽ ഉൾപ്പെട്ട കവിയാണ്? പ്രാചീന കവിത്രയത്തിൽ. അപ്പോൾ ആ പാരഗ്രാഫ് തന്നാൽ അതിൽ തന്നെ ആൻസർ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ കേട്ടോ. അടുത്തത് നോക്കാം. മണ്ണിൻ്റെ കിനാവുകൾ എന്ന കവിതയിലൂടെ നമ്മൾ പരിചയപ്പെട്ട് പ്രകൃതിയുടെ സൗന്ദര്യമാണ്. പ്രകൃതി സൗന്ദര്യത്തിനെ കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്കാണ് കൊടുത്തിട്ടുള്ളത്. ബി ആയിട്ട് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ, സന്ധ്യ നെഞ്ചോടടുത്തു ലാളിച്ചതിൽ ചന്തമാകെ പകർന്ന ജമന്തികൾ. സന്ധ്യ ജമന്തികൾക്ക് എന്താണ് പകർന്നു നൽകുന്നത്? അത് ഒരു മാർക്കാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. മധുസൂദനൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് മണ്ണിൻ്റെ കിനാവുകൾ. പ്രകൃതിയുടെ സൗന്ദര്യമാണ് ഈ കവിതയിലൂടെ കവി നമ്മോട് പറയുന്നത്. പൂക്കൾ ഭൂമിയുടെ മക്കളാണ്. ഓരോ ദിവസവും ഒരുപാട് പൂക്കൾ മണ്ണിലേക്ക് പിറന്നു വീഴുന്നു. ഭൂമിയിൽ പിറന്നതിനു ശേഷം കണ്ണുകൾ തുറക്കുമ്പോൾ തൊട്ട് അവരുടെ കണ്ണുകൾ പ്രതിഫലിക്കുന്നത് വിശാലമായ നീലാകാശം ആണ്. കണ്ണുകൾ അടയുന്നതുവരെ അവരുടെ കാഴ്ച അത് തന്നെ. എണ്ണിയാൽ ഒതുങ്ങാത്ത കാഴ്ചകളുടെ മനോഹരമായ കൗമാരമാണ് ഭൂമി. ചെടികളും പൂക്കളും പുഴകളും ആറുകളും നിറഞ്ഞ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ്. ബി എന്താണ്? ജമന്തി പൂക്കൾക്ക് സന്ധ്യാസമയത്തെ ആകാശത്തിൻ്റെ നിറമാണുള്ളത്. ഈ നിറം അവയ്ക്ക് ലഭിച്ചത് സന്ധ്യ അവരെ നെഞ്ചോട് ചേർത്ത് ഓമനിച്ചത് കൊണ്ടാണെന്നാണ് കവി പറയുന്നത്. അടുത്ത പ്രവർത്തനം നോക്കാം. സംഭാഷണം തയ്യാറാക്കണം. കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ ഡെയ്സി ചെടിയുടെ വാനമ്പാടിയുടെയും നിങ്ങൾ പരിചയപ്പെട്ടല്ലോ. അവർ തമ്മിൽ നടന്ന സംഭാഷണം എഴുതി നോക്കൂ. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺവെർസേഷൻ ആണ്. അപ്പോൾ കാട്ടിലെ മഴ എന്ന അനുഭവക്കുറിപ്പിലൂടെ ഡെയ്സി ചെടിയുടെയും വാനമ്പാടിയെയും നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ വാനമ്പാടി ചോദിക്കുകയാണ്, ഇവിടെ ഒരു തുള്ളി വെള്ളമില്ല, പാവം പൂവേ, നീയും ഇവിടെ കിടന്നു കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഡെയ്സി ചെടി പറയാണ്, അത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ഗുരുതരം തന്നെയാണ്. വാനമ്പാടി പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാകും. ഡെയ്സി ചെടി എന്താ പറയുന്നത്? പൂന്തോട്ടത്തിൽ ആരും ശ്രദ്ധിക്കാതെ നിന്നിരുന്ന എനിക്ക് മധുര സംഗീതവും സന്തോഷവും തന്നത് നീയായിരുന്നു. വാനമ്പാടി പറയാണ്, എനിക്ക് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സഞ്ചാരത്തെക്കുറിച്ചും പച്ചവെയിലിലെ ധാന്യമണികളെക്കുറിച്ചുമാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള ഒരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കുക. ഈസിയാണ് കേട്ടോ. സ്പെല്ലിംഗ് അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. കടങ്കഥയ്ക്ക് ഉത്തരം എഴുതൂ. ആന കേറാമലയിൽ ആളു കേറാമലയിൽ 1000 കാന്താരി പൂത്തിറങ്ങി. ഉത്തരം പറയൂ. എന്താണ്? നക്ഷത്രങ്ങളാണ് ഉത്തരം കേട്ടോ. അപ്പോൾ എന്താണ്? മലയാളം എക്സാമിന് അക്ഷരത്തെറ്റില്ലാതെ നല്ല വൃത്തിയിൽ എഴുതുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അക്ഷരത്തെറ്റുകൾ വരാതെ വേണം നമ്മൾ മലയാളം എക്സാം അറ്റൻഡ് ചെയ്യാൻ. നന്നായിട്ട് വായിച്ചിട്ട് കണ്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ കേട്ടോ. മലയാളം എക്സാമാണ്, സമയം കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തിട്ട് അക്ഷരത്തെറ്റില്ലാതെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദ ബെസ്റ്റ്.